ആ വീട് ശരിക്കും സെറ്റ് ഇട്ടതാണോ ഉള്ള വീടാണോ? അതിന്റെ ഭംഗി, ആ മലകളുടെ അല്ലെങ്കിൽ ആ വീടിരിക്കുന്ന ആ പ്രദേശത്തിന്റെ ഭംഗി, അത് ബാഹുല്യ രമേശേട്ടൻ ഭയങ്കര ബ്യൂട്ടി ആയിട്ടാണ് ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കുന്നത്. ഹെവി വിൻഡ് നമ്മൾ പോലും ഇങ്ങനെ കുറച്ച് ശക്തിയായിട്ട് അടിച്ചിട്ട് ഇതിന്റെ നമുക്ക് തന്നെ മനസ്സിലാവും ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ അതിന്റെ വൈബ്രേഷൻ. ആ ഗ്രേഡിങ് ആണെങ്കിലും ആ മോയ്സ്ചർ നിറഞ്ഞ കാട്, അതിപ്പം കിഷ്കിന്ധാഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം ഒരു നേരോ പാത്തിലൂടെ നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. കുറച്ച് കഴിഞ്ഞും അതിന്റെ എൻഡ് ടൈമിൽ ഫുൾ വെള്ളച്ചാട്ടം ഭയങ്കര ഹെവി. മോർണിംഗ് ആയിക്കഴിഞ്ഞാൽ ഈ റെഡ് അലേർട്ടിന്റെ സമയം കണ്ടിന്യൂസ് മഴ. രാവിലെ അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ എണീക്കുമ്പോണ്ടാവും വാതിലിങ്ങനെ അടിക്കുന്നുണ്ടാവും. കാടിന്റെ സൗണ്ടും അത് SFX കറക്റ്റ് അറിയാറുണ്ട്. കാടും ആ അരുവിയും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി. ശരിക്കും നമ്മളൊരു കാടിനകത്ത് തന്നെയാണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവന് ഓടിയിട്ട് വരുന്ന ആ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ കണ്ടിട്ട് നമുക്ക് ഒരു ആർട്ട് ഡയറക്ഷൻ വർഷങ്ങളായിട്ടുള്ള ഒരു സ്റ്റെപ്പ് പോലെയെല്ലാം തോന്നുന്നു. ബിയാന മോമി എങ്ങനെയാണ് ഈ ക്യാരക്ടറിനെ കണ്ടെത്തുന്നത്? ആ ഫേസ് കുറച്ച് വ്യത്യസ്തമാണ്. അതാണ് ആ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ബിയാന മോമിനെ പറ്റിയാണ് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജസ് ആണ്. നാഗാലാൻഡിൽ ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ്, ബാക്കിയുള്ള എല്ലാ ട്രൈബൽ ലാംഗ്വേജ് ആണ്. അപ്പൊ അവർക്ക് വേറെ ഒന്നും അറിയില്ല, ഹിന്ദി അറിയില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവര് ഒരു മകനെല്ലാം കൊണ്ടുവന്നിട്ടാണ് അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. 1.5 വയസ്സിന്റെ ഉള്ളിലുള്ള നായ്ക്കളാണ്. അത് 1.5 വയസ്സിന്റെ ഉള്ളിൽ നല്ല വലിപ്പവും തോന്നണം, കളറും കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. ആക്ച്വലി ഒരു 40 എണ്ണത്തിന് ചൂസ് ചെയ്തു. നമ്മള് ആ ഒരു റിസ്ക് എടുത്തുന്നില്ലേ. ഓക്കെ, നിങ്ങൾ പോയി, ഞാൻ പ്രൊഡ്യൂസറിന് ജയറാമൻ ഒന്നും അല്ലെങ്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ശരിക്കുള്ള അതിന്റെ റിസ്ക് മനസ്സിലാക്കുന്നു. കൃഷ്ണലീല ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ. ട്വിസ്റ്റുകൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. പത്മരാജന്റെ അപരനും CBI ഡയറിക്കുറിപ്പും മുംബൈ പോലീസും ദൃശ്യവും ഉൾപ്പെടെയുള്ള ട്വിസ്റ്റുകളുടെ മലയാളികൾ ആസ്വദിച്ച സിനിമകളുടെ പട്ടികയിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടാവുന്ന 2 ചിത്രങ്ങളാണ് കിഷ്കിന്ധാകാണ്ഡവും ഇപ്പോൾ ഇറങ്ങിയ എക്കോയും. നമസ്കാരം, ഞാൻ രാഹുൽ ചന്ദ്രൻ. എൻ്റെ കൂടെ ഉള്ളത് ദിൻജിത്ത് അയ്യത്താനാണ്, എക്കോയുടെ ഡയറക്ടർ. വെൽക്കം ടു ദ ഷോ. സ്വന്തം പേര് പോലെ തന്നെ സിനിമകളുടെ പേരിലും വളരെ വ്യത്യസ്തമുള്ള ഒരാളാണ്. എങ്ങനെയാണ് ഈ പേരുകൾ തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെ സംഭവിക്കുന്നതാണ്. പേരുകളിലേക്ക് നമ്മൾ കുറേ ട്രൈ ചെയ്യുന്നു, കിട്ടാറില്ല, പ്രോപ്പർ പേര് കിട്ടാറില്ല. അങ്ങനെ ഇപ്പം കിഷ്കിന്ധാണോ പോലും അതേപോലെ ഇങ്ങനെ കുറേ ആലോചിച്ചിട്ട് ഒന്നും കിട്ടാതെ ഏതോ സമയത്ത് ഏതോ ഒരു അസിസ്റ്റന്റ് AD നമുക്ക് കിഷ്കിന്ധ എന്ന് പറഞ്ഞൊരു സംഭവം, രാമായണത്തിലെ കിഷ്കിന്ധ എന്ന കാര്യങ്ങൾ പറയുന്നു. അപ്പം അങ്ങനെയാണ് കിഷ്കിന്ധാകാണ്ഡ ഉണ്ടായത്. അതേപോലെ ഇതിലെ എക്കോയില് ഇതേപോലെ തന്നെ നമുക്ക് പേരുകൾ കിട്ടിയിട്ടില്ല. ഞാൻ കണ്ടായിരുന്നു കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ കുറെ നോക്കിയിട്ടൊന്നും അപ്പം ഞങ്ങളിങ്ങനെ ലിസ്റ്റ് കുറേ ഇട്ടതിൽ ഏതോ ഒരു സമയത്ത് ഓക്കെ എക്കോ എന്നുള്ള പേര് ഞാൻ ലിസ്റ്റിലുണ്ടായിരുന്നു. അത് ഞാൻ ബാവലിനോട് പറയുന്നത്, ബാവല് ഇത് തന്നിട്ടുണ്ടല്ലോ എക്കോ നമ്മളെ പടമായിട്ട് പറയും. ശരിക്കും ഒരു പ്രതിധ്വനി എന്നുള്ള രീതി തന്നെയാണോ നമ്മുടെ അതേതോ കർമ്മ എന്ന് പറയും പോലെ? അല്ല, അതാണ് ഇത് എക്കോന്റെ പല ലാംഗ്വേജ് പല അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളിൽ ചിലത് സ്ട്രോങ് എന്നുണ്ട്, ന്യൂ ബോൺ എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കുറേയൊക്കെ നമ്മളെ പടമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ, പിന്നെ അതിനൊരു യൂണിക്നെസ് ഉണ്ട്. ഫോണറ്റിക്സ് മോഡാണ് അല്ലേ? അതെ. അപ്പൊ ഈ KO നിട്ടു, അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ക്യാരക്ടറായിട്ട് വന്നു എന്നുള്ളതാണ്. അതേപോലെ ഒരു ചെറിയൊരു വരി വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് അത്. എവിടെയായിരുന്നു ഇതിന്റെ ലൊക്കേഷനൊക്കെ ശരിക്കും? ഇത് നമ്മൾ കാഞ്ഞാറ്, കൊളമാവ് ആ ഏരിയയിലാണ്. ഫുള്ള് ഇതുവരെയായിട്ട് യൂസ്ഡ് അല്ല, മീൻസ് എക്സ്പ്ലോർ ചെയ്യാത്ത ടെറൈൻസ് ആണ്. വെസ്റ്റേൺ ഗട്ട്സിൽ ഇങ്ങനെ ബോണക്കാട് മുതൽ തുടങ്ങിയതാണ് യാത്ര. ബോണക്കാട് മുതൽ യാത്ര തുടങ്ങി ലൊക്കേഷൻ പല. അപ്പം ചില ഇടങ്ങളിൽ നമുക്ക് കിട്ടും, നല്ല സ്ഥലങ്ങൾ കിട്ടും. പക്ഷെ ബാക്കി നമുക്കിതിൽ ഈ കവല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇങ്ങനെ കുറെ ലൊക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഈ ലൊക്കേഷൻസ് ഒരു സ്ഥലത്ത് നല്ല ഈ മലയും വീടുകളിലുള്ള സ്ഥലങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ കവല കിട്ടാറില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറെ നമുക്ക് എന്താ പറഞ്ഞാൽ ഒരേ പ്രൊഡക്ഷൻ ട്രാവലിംഗ് ഷിഫ്റ്റ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇത് പ്രോബ്ലം അറിയാലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയത് നമ്മൾ ഈ കാഞ്ഞാറ് ഭാഗം. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ആ വീട് ശരിക്കും സെറ്റ് ഇട്ടതാണോ ഉള്ള വീടാണോ? എല്ലാം സെറ്റ് ഇട്ടതാണ്. അതെവിടെയാണ്? മലപ്രദേശം എവിടെയാണ്? മലകൾ മാത്രമേ. ഓക്കെ, അത് ശരിക്കും ആ സ്പോട്ടിൽ തന്നെയായിരുന്നു, നമ്മുടെ കവല ചിത്രീകരിച്ച ആ പ്രദേശങ്ങളിൽ തന്നെയായിരുന്നു. അടുത്ത് തന്നെ, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ടാവാം.
ഓക്കെ, അപ്പോൾ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ചുമന്ന് അവിടെ കൊണ്ട് പോകാന്ന് പറഞ്ഞ ശ്രമകരമായ ഭയങ്കര ശ്രമമാണ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെല്ലാ യൂണിറ്റ് വണ്ടികളെല്ലാം നിർത്തിയിട്ട് കാരവാനിൽ താഴെയായിരിക്കും. ഓക്കെ അവിടെ നിന്ന് ചില ജീപ്പ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ദൂരം പോകും, അവിടെ നിന്ന് കുറച്ച് നടക്കേണ്ടതുണ്ട് അങ്ങനെ. പക്ഷെ വീടുള്ള സ്ഥലം കുറച്ച് ദൂരം ജീപ്പിൽ പോയിട്ട് എത്താവുന്ന സ്ഥലമായിരുന്നു. ആണല്ലേ? ഓക്കെ. എല്ലാം ഒരു അഡ്വഞ്ചറസ് മൂഡിലായിരുന്നു നമ്മുടെ ഷൂട്ടെല്ലാം. പക്ഷെ അതിന്റെ ഭംഗി, ആ മലകളുടെ അല്ലെങ്കിൽ ആ വീടിരിക്കുന്ന ആ പ്രദേശത്തിന്റെ ഭംഗി, അത് ബാഹുൽ രമേശ് ചേട്ടൻ ഭയങ്കര ബ്യൂട്ടി ആയിട്ടാണ് ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കുന്നത്. ഭയങ്കര ആ ഗ്രേഡിങ് ആണെങ്കിലും ആ മോയ്സ്ചർ നിറഞ്ഞ കാട്, അതിപ്പം കിഷ്കിന്ധ കാടത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ മോയ്സ്ചർ നിറഞ്ഞ ആ ഗ്രീനിഷ് ആയിട്ടുള്ള കാട്, അപ്പൊ കാണുമ്പോഴേ അറിയാം അത് ഒരുപാട് നിഗൂഢകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അത് ശരിക്കും കിഷ്കിന്ധ കാണ്ഡത്തിലായിരുന്നാലും എക്കോലൻ വളരെ വിസിബിൾ ആണ്. അല്ല, ഞങ്ങൾ ആക്ച്വലി കിഷ്കിന്ധ കാണ്ഡ പേർപ്പസ്ലി മീൻസ് ആ സമയം അങ്ങനെ തന്നെ പച്ചപ്പ് വേണമെന്നുള്ള പ്ലാൻ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. മീൻസ് പക്ഷേ നമുക്ക് മഴ പെയ്തു, ആ സമയത്തും മഴ പെയ്തിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടതാണ്. പക്ഷേ ആ മഴയെല്ലാം നമുക്ക് ഫേവറായിട്ട് കിഷ്കിന്ധ കാണ്ഡത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഇതിൽ ആക്ച്വലി നമ്മൾ ഡ്രൈ ആയിരുന്നു, നമ്മളെ കഥാപരമായിട്ടുള്ള ഭയങ്കര ഡ്രൈ. എപ്പോഴായിരുന്നു ഷൂട്ട് നടന്നത്? നമ്മൾ ഷൂട്ട് ആക്ച്വലി മെയ് എൻഡായിരുന്നു, മെയ് മിഡ് 2024 കിഷ്കിന്ധ ശേഷം. അപ്പോൾ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മെയ്യിൽ ഷൂട്ട് ചെയ്യാം. മീൻസ് മഴയൊന്നും ഇല്ലാത്ത ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എല്ലാം ഈ ഗ്രാസ് എല്ലാം ഭയങ്കര ഗോൾഡൻ കളറായിട്ടുള്ള ഗ്രാസിലുള്ള സമയങ്ങൾ ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോൾ ആ സമയങ്ങളിലാണ് നമ്മുടെ ഈ പ്രോപ്പർലി നമ്മൾ എഴുതി വെച്ചത്. മീൻസ് ബാവുൽ അങ്ങനെയാണ് എഴുതി വെച്ചത്, നമ്മൾ അത് അങ്ങനെയാണ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ പരിമിതികൾ ഉണ്ടാവില്ലായിരുന്നു, വേനൽക്കാലം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഒരു ടൈം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഡിലേ വന്നു, ഒരു ഷൂട്ടിൻ്റെ ലൈക്ക് സന്ദീപിൻ്റെ ഡേറ്റിൻ്റെ ക്ലാഷെല്ലാം കൊണ്ട് കുറച്ച് ഡിലേ വന്ന സമയത്താണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. അപ്പം തന്നെ മഴയിലും പെയ്ത് പിന്നെ ഫുൾ പച്ചപ്പാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഒരു എന്താ പറയുക, ഈ നിഗൂഢതയും എല്ലാം കൂടുതലായി ഒരു ഫേവറായിട്ട്. ചില ഇംഗ്ലീഷ് നോവലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മോയ്സ്ചർ നിറഞ്ഞ കാടുകൾ, പച്ചപ്പ്, അതിനെല്ലാം നിഗൂഢതയുണ്ട്. നമുക്ക് ഒരു ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതിന്റെ ബ്യൂട്ടി ആ സിനിമയിൽ കാണാനും ഉണ്ട്. തീർച്ചയായിട്ടും ഗ്രേഡിങ് ആയിരുന്നാലും ഒരു ഇതുവരെ കാണാത്തൊരു ഫീൽ അത് ആ പടത്തിന്, അല്ലെ ആ കാടിന്റെ കുളിർമ നമുക്ക് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ കിട്ടുന്നുണ്ട്. അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മൾ ഈ അശോകേട്ടൻ വന്നിട്ട് വിനീതേട്ടൻ വന്ന് നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വെള്ളം കയറിയാലും ആ പ്ലേസ് നമുക്ക് എവിടെ കിട്ടില്ല. അതുകൊണ്ട് അപ്പൊ ഇൻ ബിറ്റ്വീൻ ഇതെല്ലാം ഒരു നേരോ പാത്തിൽ കൂടെ നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. ലിമിറ്റഡ് ടൈമിൽ ആ സമയം കുറച്ച് കഴിഞ്ഞ ഒരു എനിക്കൊന്നും അതിന്റെ എൻഡ് ടൈമിൽ ഫുൾ വെള്ളച്ചാട്ടം ഭയങ്കര ഹെവി, അവിടെ നിൽക്കാൻ പറ്റാത്ത. അതിന് ന്യൂസെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, റെഡ് അലേർട്ടിന്റെ സമയമായിരുന്നു അത്. അവിടെ പിന്നെ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല നമ്മൾ. പക്ഷെ അന്ന് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനത്തെ ഓരോ പ്ലേസസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. ഹസ്കി എല്ലാം അതെല്ലാം ഫുൾ വെള്ളമുള്ള ഏരിയ ആണ്. പക്ഷെ നമ്മൾ അന്ന് മെയ് മാസം ആയതുകൊണ്ടാണ് അവിടെ വെള്ളമില്ലാത്തത്. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഫുൾ വെള്ളമായി. അപ്പൊ നിങ്ങളുടെ താമസമൊക്കെ ഈ ക്രൂവിന്റെ താമസമൊക്കെ ഒരുപാട് ദൂരെയായിരുന്നു ഈ ലൊക്കേഷനിൽ നിന്ന്? അവിടുന്ന് അങ്ങനെ വലിയ ഒരു 30 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. യാത്രയായിരുന്നു ഒരു സംവിധായകര് തിരക്കഥയുടെ പൂർണ്ണതയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആർട്ട്. ഈ സിനിമയുടെ ആർട്ട് വർക്ക് നമുക്ക് ഒന്നും പറയാനില്ല, വേർഡ്ലെസ് ആണെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന അതേ ഫീൽ, അത് ഇപ്പം മലേഷ്യ എവിടെയാണ് ചിത്രീകരിച്ചത് നമുക്കറിയില്ല, മലേഷ്യയുടെ ഫീലും നമ്മുടെ ഈ നാട്ടുമ്പലത്തിന്റെ ഫീലും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒരു ചെറിയ നായ്ക്കൾക്ക് വന്ന് വിഹാരിക്കുന്ന അത്രയും ഏരിയാസ് ഒക്കെ ആർട്ട് വർക്ക് ചെയ്തത് ആ ടീമിനെ പറ്റി ഒന്ന് പറയാമോ? ആരാണ് അത് ചെയ്തത്? അത് സജീഷ് താമരശ്ശേരി. സജീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്ഷി അമ്മണിപ്പിള്ള തൊട്ടുള്ള പരിചയം. കക്ഷി അമ്മണിപ്പിള്ള അസോസിയേറ്റ് ആയിരുന്നു മൂപ്പര്. അതിനുശേഷമാണ് കിഷ്കിന്ധ കാണ്ഡത്തിലാണ് ഫസ്റ്റ് ഡയറക്ടർ. അതിൽ ആ കുരങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. അതെ അതെ, ആ കുരങ്ങൻ്റെ ഡെഡ് ബോഡി എന്ന പല സാധനങ്ങളും. മൂപ്പര് ഭയങ്കര ഹൈലി ടാലന്റഡ് ഡയറക്ടറാണ്. ഡിസൈൻസിലേക്ക് വീടിൻ്റെ ആയാലും മലേഷ്യൻ സീക്വൻസിൻ്റെ ആയാലും എല്ലാം മൂപ്പരായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ സജീഷ് ഡ്രോയിങ്സും കാര്യങ്ങളും നമുക്ക് ആവശ്യത്തിനുള്ള റൂംസും കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് നല്ല ബോധമുണ്ട് അത് എങ്ങനെ വേണമെന്ന്. നല്ല ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ വിഷ്വൽ പ്ലാൻ ചെയ്യുന്ന സ്കെച്ചിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ആയാലും മലേഷ്യൻ വീടിന്റെ കൺസ്ട്രക്ഷൻ ആയാലും നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ഒരു കൺസ്ട്രക്ഷൻ അല്ല. അതാണ് നമ്മളൊരു വിഷ്വലിൽ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് അവർ ചെയ്യുന്നു. അതിനുശേഷം ഒരു ഘട്ടത്തിൽ ഓക്കെ നമ്മൾ പ്ലാൻസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ നമുക്ക് ഇവിടെ വീട് വയ്ക്കാം, ഈ പുഴേൻ്റെ ഈ സ്ഥലത്ത് വീട് ഈ പുറത്തോട്ട് ഫേസ് ചെയ്തോട്ടെ, ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മൾ പോകുന്നതിന് ശേഷം ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഇത് കാണും. 2 വീക്സ് അല്ല, ഒരു 1 month ഐ തിങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അതിനുശേഷം നമ്മൾ പോയി കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. എന്താ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മലേഷ്യൻ വീടിന് ഒ- ഒരു പ്ലെയിൻ സർഫേസ് അല്ല, Okay. അതിന് ഒരു ഒരു ലെയർ ഉണ്ടാവും. അതിൽ കുറച്ച് ഡീറ്റെയിലിംഗ് ആണ്, Okay, നോക്കിയാൽ okay, മനസ്സിലാവും. okay, അത് okay. നോർമൽ വീടുകളിൽ അങ്ങനെ കാണാറില്ല. Okay. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ന്യൂവൻസ് ആണ്, Minute സാധനങ്ങൾ അല്ലേ? മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആണ് അതിന് ടോട്ടലിറ്റിയിൽ. ആ ഡയറക്ടറുടെ തന്നെ വ്യത്യസ്തനായിരുന്നു. അപ്പൊ നമ്മളിത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ സജീഷ് ഇതെപ്പോഴാണ് ഇതെങ്ങനെ നീ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ അല്ലേ? എന്റെ ഇമേജിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. പിന്നെ അവിടെ നിങ്ങൾ കണ്ടിരുന്ന തൂക്കിയിട്ട കുറെ അതെ, സാധനങ്ങൾ, തീർച്ചയായിട്ടും. അതെല്ലാം പറഞ്ഞാല് അതുണ്ടാക്കിയതാണ്. അത് Okay. അവിടുത്തെ ചെറിയ ചെറിയ കൾട്ടിവേറ്റ് ചെയ്യുന്ന ധാന്യങ്ങളാണ്. അപ്പൊ ഈ സാധനങ്ങളുടെ മൂപ്പരന്നെ അത് ക്രിയേറ്റ് ചെയ്ത്. വീടിന്റെ അകത്താണെങ്കിലും നമുക്ക് അതെ, ഇവിടെ ഉള്ള പോലെ അല്ല. ഉള്ള അതന്നെ ആ ഒരു വ്യത്യസ്തത മൂപ്പര് ടോട്ടലി മൂപ്പര് ഡിസൈനിൽ ക്രിയേറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പം നമ്മള് മ്ലാത്തച്ചേട്ടത്തിന്റെ വീടായാലും നോക്കിയിട്ടുണ്ടെങ്കിൽ Okay. അതൊരു പഴയ നമ്മളിപ്പം ബോണക്കട പോയി അവിടെ ബംഗ്ലാവുകൾ കാണാം, കല്ല് വെച്ചുള്ള പണിഞ്ഞിട്ടുള്ള. പക്ഷെ വലിയ ബംഗ്ലാവും അല്ല, ചെറിയ വീടുമല്ല, അതിൻ്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ശരിക്കും സിനിമയ്ക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് വീട് ഫിനിഷ് ചെയ്തായിരുന്നു അതോ കുറച്ച് പോർഷൻസ് മാത്രം? ടോട്ടലി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പുതിയൊരാള് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സുഖമായിട്ട് താമസിക്കാം. സുഖമായിട്ട് താമസിക്കാം. അത്രത്തോളം എന്താ പറഞ്ഞാൽ അതിന്റെ അടുത്ത് തന്നെ ഒരു കിണർ, ഞങ്ങൾ കിണറിന്റെ ഒന്നും ആരും പറഞ്ഞിട്ട് പോലും ഇല്ല, ഇവര് തന്നെ കിണറിലുണ്ടാക്കി. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവന് ഓടിയിട്ട് വരുന്ന പിൻഭാഗം വഴിയാണ് ഓടിയത്. ഓടി വരുന്ന സ്റ്റെപ്സ് പിൻഭാഗമല്ല, അത് ഫ്രണ്ടാണ്. അപ്പം നമ്മുടെ പ്യൂസ് ഓടിയിട്ട് വരുന്നത് ആ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ കണ്ടിട്ട് നമുക്ക് ഒരു ആർട്ട് ഡയറക്ഷൻ വർഷങ്ങളായിട്ടുള്ള ഒരു സ്റ്റെപ്പ് പോലെയെല്ലാം തോന്നുന്നു. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു ഡീറ്റെയിലിംഗ്. അതില് മൂപ്പർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നിട്ട് ഒരു സാധനം കാണിച്ചു കാണിച്ചു അപ്പൊ അത് നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എക്സൈറ്റ്മെന്റ് അറിയാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാനും ആർട്ടിസ്റ്റാണ്, ഞാനും പെയിന്ററാണ്. അപ്പൊ വരയ്ക്കുന്ന ആളായതുകൊണ്ട് മൂപ്പർക്ക് എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ ആണ് അത് ഇങ്ങനെയുണ്ട്, ഇങ്ങനെയാണ് ചെയ്തത്. അതിൽ തന്നെ ഈ കല്ലിന്റെ മുകളിൽ തന്നെ ഈ ഫേൺസും കാര്യങ്ങളെല്ലാം പായല് ഇതെല്ലാം ഒട്ടിച്ചു വെച്ചിട്ട് അത് ഒറിജിനൽ സാധനങ്ങളായിട്ട് തോന്നുന്നു. അങ്ങനത്തെ അത്ര. പിന്നെ മരങ്ങളൊന്നും അവിടുത്തെ ഒറിജിനൽ മരങ്ങൾ എല്ലാം ഫിറ്റ് ചെയ്തതാ. പിന്നെ ഇവൻ മേലെ കയറിയിട്ട് തീ എടുത്തിട്ട് പന്ത് എടുത്തിട്ട് കളിക്കുന്ന അതെല്ലാം സെറ്റാണ്. അടിപൊളി. നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ആത്മാർത്ഥം അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റോട് കൂടി പണിയെടുക്കുന്നത് തന്നെ ആ ക്രൂവിന്റെ പോസിറ്റിവിറ്റി ആണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഔട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ക്രൂ കണ്ടെത്തുന്നത് തന്നെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും അത്ര ആൾക്കാരെ കൂടെ നിർത്തി പടങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, ഇനിയും ഒരുപാട് നല്ല ഔട്ടുകൾ നമുക്ക് കിട്ടട്ടെ. വേറൊരു കാര്യം ചോദിക്കാൻ വന്നു, പറഞ്ഞു ഷൂട്ടിന്റെ സമയത്ത് മഴ അല്ലെങ്കിൽ നമുക്ക് കാലാവസ്ഥ പല രീതിയിലും പ്രതികൂലമായിട്ട് നമ്മളെ ബാധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻ? ശരി, നമുക്ക് 2 ദിവസം കൊണ്ട് പടം തീർക്കണം, അല്ലെങ്കിൽ ഇന്ന് 1.5 ദിവസമേ ഉള്ളൂ, ഇന്ന് പെട്ടെന്ന് തീർക്കണം, അങ്ങനെ രീതിയിലൊരു പ്രഷർ ഉണ്ടായിരുന്നോ? ശരിക്കും നല്ല പ്രഷർ ഉണ്ടായിരുന്നു. പ്രഷർ നമുക്ക് ഈ ഡേറ്റിൽ തീർക്കണം എന്നുള്ള ഒന്നും ആർട്ടിസ്റ്റിന്റെ അവൈലബിലിറ്റി ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഈ വീട് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുള്ള ഒരു സാധനമുണ്ട്, ഈ മഴയും ഇതിലും കാറ്റും കാരണം അതൊന്ന്. പക്ഷെ അത് ബേസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു വീടിന്, പ്രോപ്പർലി ബേസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം സജീഷിന്റെ ഭയങ്കര ഇടപെടലുണ്ട്. എന്ന് പറഞ്ഞാൽ ബേസ്മെന്റിൽ അത്രയും സ്ട്രോങ് ആക്കിയിട്ടാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേൽക്കൂര കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത് കാറ്റത്ത് അടിച്ചു പോയിട്ടുണ്ടാവും. അത്ര ഹെവി വിൻഡായിരുന്നു ആ സമയത്ത്. ഹെവി വിൻഡ് ഓപ്പൺ ഏരിയ ഉണ്ട്. അത് മലയുടെ മുകളിൽ ഹെവി വിൻഡ്, നമ്മൾ പോലും ഇങ്ങനെ കുറച്ച് മൂവ്മെന്റ് കിട്ടും, ഇങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ശക്തിയായിട്ട് അടിച്ചിട്ട് ഇതിന്റെ നമുക്ക് തന്നെ മനസ്സിലാവും ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ അതിന്റെ വൈബ്രേഷൻ. അപ്പൊ അത് മേൽക്കൂര പ്രോപ്പർ വീടുകളിൽ ചെയ്യുന്ന പോലെ തന്നെ ഡിസൈൻ ചെയ്തുകൊണ്ടാണ് അത് അത്രയും കാലം നിന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും ഓടെല്ലാം പറഞ്ഞു നോക്കുക, അത് നോർമൽ തിങ് ആയിരുന്നു. ഓട് രാവിലെ പോകുമ്പോൾ ഒരു 10 ഓട് ഉണ്ടാവില്ല. അതെല്ലാം നമുക്ക് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ സമയത്ത് ഈ കാറ്റത്ത് നമുക്ക് ലൈറ്റപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ചില നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, അങ്ങനെ കുറെ ടൈം. പ്രൊഡക്ഷന്റെ ഭാഗത്തുള്ള ഇടപെടൽ, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ലൈക്ക് നമ്മുടെ ഈ ഷാഫി ചെമ്മാണ്. നമ്മള് ഷാഫിക്കയുടെ ഇടപെടലാണ് ഏറ്റവും ഇതില്. ഷാഫിക്ക മാത്രമല്ല, നമ്മള് പ്രൊഡ്യൂസർ ആയാലും ഇവര് രണ്ടുപേരും ഒക്കെ. ഇപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള്
മോർണിംഗ് ആയിക്കഴിഞ്ഞാൽ ഈ റെഡ് അലേർട്ടിന്റെ സമയം കണ്ടിന്യൂസ് മഴ ഓക്കെ. രാവിലെ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ എണീക്കുമ്പോൾ ഉണ്ടാവും വാതിലിങ്ങനെ അടിക്കുന്നുണ്ടാവും. അപ്പോഴേ ഒരു മഴ ഇതാ. ടെൻഷൻ അപ്പൊ ആണല്ലോ, തന്നെ ഇന്ന് ടെൻഷനായിട്ട് നടക്കുമോ? നമ്മള് കോൾ ചെയ്യുമ്പോഴില്ലേ, അതും 6 മണിക്ക് ഞാൻ 5:30 കോൾ ചെയ്യുമ്പോൾ ഷാഫിക്ക, അപ്പൊ ഞാൻ കോൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇത് നടക്കുമോ എന്നുള്ള ചോദിക്കാനാ. ഷാഫിക്ക ഇന്ന് എന്താ പരിപാടി? മഴയാണ്. ജി ഞാൻ ഇവിടെ ഉണ്ട്, ഏത് ലൊക്കേഷനിൽ നിന്നിട്ടാണ് മൂപ്പര്, ജി ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ പോരി, ഇങ്ങോട്ട് പോരി എന്ന് പറയും. ഞാൻ പറയും, ഇല്ല ഷാഫിക്ക ഓക്കെ അല്ലേ, പ്രശ്നം ഉണ്ടാവില്ല, ഒന്നും നോക്കണ്ട, നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ഈ ഒരു Confidence കോൺഫിഡൻസ് വരുന്നത് അല്ലേ? തരലാണ് നമ്മളെ ടോട്ടൽ ക്രൂണിൽ ഇറങ്ങി. ഓ ശരി, ഷാഫിക്ക ഉണ്ട് അവിടെ. എനർജി ഒരു പവർ ഹൗസ് തന്നെയായിരുന്നല്ലോ. പ്രൊഡ്യൂസർ ആയാലും നിങ്ങൾ ഇറങ്ങിയാൽ ഞാനും ഉണ്ട് എന്നുള്ളത്, നിങ്ങൾ നടന്നു ഞാനും ബാക്കിലുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ബാക്കിലേക്ക് കഴിയുന്ന പ്രകൃതം അല്ല, പോസിറ്റിവിറ്റിയുടെ ആളുകൾ. എല്ലാം അതാണ് ഈ ഞാൻ പറഞ്ഞില്ലേ, ടോട്ടൽ ടീമിന്റെ ഒരു പ്രോഡക്റ്റ് ആയത്. ടോട്ടൽ ടീമിനാണ് ക്രെഡിറ്റ് പോകുന്നത് എല്ലാ രീതിയിലും. മ്യൂസിക് ആയാലും, മുജീബ് ആയാലും, സജീഷ് ആയാലും, നമ്മുടെ എഡിറ്റിംഗ് ആയാലും, എഡിറ്റിംഗ് നമ്മുടെ സൂരജ് ആയാലും, സൗണ്ട് ഡിസൈനർ വിഷ്ണു ആയാലും, ബാക്കിയുള്ള ടോട്ടൽ ക്രൂ. സൗണ്ടിന്റെ കാര്യം ഞാൻ പറയാം, മിസ്സായ ഒരു കാര്യമാണ്. നമുക്ക് ഓരോ മൊമെന്റ്, അതിപ്പം മ്ലാത്തച്ചേട്ടത്തെയും പീയൂഷും തമ്മിലുള്ള ഒരു കാണാതെ ഓടി വരുന്ന ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ആ ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് ആ മ്യൂസിക് വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ആ മ്യൂസിക്കിനും SFX ആയിരുന്നാലും എന്തായിരുന്നാലും നമുക്ക് കറക്റ്റ് ആ കാടിന്റെ സൗണ്ടും അത് SFXൽ കറക്റ്റ് അറിയാറുണ്ട്. കാടും ആ അരുവിയും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഒരു കണ്ടോണ്ടിരിക്കുന്ന ഒരു അത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് വിഷ്ണു അതിൽ. ആ തിയേറ്ററിൽ ചെയ്യുന്ന പ്രേക്ഷകന് ശരിക്കും ഞാൻ പറയുന്നില്ലേ, എങ്ങനെയാണോ വിഷ്വല് നമുക്ക് തരുന്നത്, ശരിക്കും നമ്മളൊരു കാടിനകത്ത് തന്നെയാണ്. അത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാടിനകത്ത് എങ്ങനെയാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. ചെറിയ എന്താണ് നായയുടെ ഇപ്പൊ കാണുന്ന നായയുടെ സൗണ്ട് ആക്ച്വലി നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്ര അത് എഫക്റ്റ് കിട്ടില്ല ആക്ച്വലി. അതിന്റെ ഒപ്പത്തിനൊപ്പം മൂപ്പര് ലെയറായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഔട്ട് കിട്ടിയിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ആ സൗണ്ടിന്റെ പല സ്ഥലങ്ങളിലും ഭയങ്കര ലൗഡായിട്ട് കുരയ്ക്കുന്നുണ്ട്, മുരളുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ വേരിയേഷൻ നമുക്ക് നമ്മൾ നോർമലി കാണുന്ന, നമ്മളൊരു ദൂരെ വെച്ചൊരു നായെ കാണുമ്പോ അത് ഇങ്ങനെ അടുത്തോട്ട് ലൗഡ് കൂടുന്നു, പിന്നെ പാർക്ക് ചെയ്യുന്നു. അപ്പൊ ഞാനിത് ഒരു സമയത്ത് ഇതിന്റെ സൗണ്ട് ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്തതാ. ഈ ഷൂട്ടിന്റെ സമയത്ത് തന്നെ സ്പോട്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഇതിന്റെ സൗണ്ട് എല്ലാം. അപ്പോൾ സൗണ്ട് അതിനുശേഷം നമ്മുടെ ഈ പോസ്റ്റ് നടക്കുന്ന സമയത്ത് വിഷ്ണു ഇതിൻ്റെ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് സൗണ്ടും കാര്യങ്ങളും. അപ്പോൾ വിഷ്ണു ഒരു ദിവസം ഷാഫിക്ക പറഞ്ഞു ഇതിൻ്റെ സൗണ്ട് ഒന്നും കൂടി വേണം നായ്ക്കൾ. അപ്പം നമ്മൾ നായ്ക്കളുടെ ഓൾറെഡി സൗണ്ട് കൊടുത്തതാണല്ലോ, മീൻസ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ വിഷ്ണു വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല, അത് എനിക്ക് റീ റെക്കോർഡ് ചെയ്യണം, നമുക്കൊന്ന് പ്രോപ്പർലി എൻ്റെ മൈക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി റെക്കോർഡ് ചെയ്യിപ്പിച്ചു? അപ്പോൾ ഞാൻ ചോദിച്ചേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നായ്ക്കളുണ്ടല്ലോ, ഇവിടെ നമ്മുടെ തെരുവ് നായ്ക്കൾ കുറേ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവര് പറഞ്ഞു അയ്യോ അത് പറ്റില്ല, അത് നമുക്ക് അവിടെ പോയിട്ട് ആ നായ്ക്കൾ തന്നെ ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചേ എന്ത് ഡിഫറൻസ് ഉണ്ടാവുക, ഈ നായ്ക്കളും ഇവിടെ നായ്ക്കളോ? ഇല്ല തിഞ്ചിട്ട് അത് വ്യത്യാസമുണ്ട്. ഇനി അടുത്ത നമുക്കൊരു കാസ്റ്റിംഗിലൂടെ എടുക്കാം. ബിയാന മോമി എങ്ങനെയാണ് ഈ ക്യാരക്ടറിനെ കണ്ടെത്തുന്നത്? തീർച്ചയായും ഞാൻ സിനിമ കണ്ടപ്പോൾ ആദ്യം കാണുമ്പോഴേ നമുക്ക് ആ ഫേസ് കുറച്ച് വ്യത്യസ്തമാണ്. അതാണ് ആ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇപ്പം ബിയാന മോമിനെ പറ്റിയാണ് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴേലും ഞങ്ങള് തിയേറ്റേഴ്സിലെല്ലാം പോകുമ്പോൾ എല്ലാ ആൾക്കാരും എവിടെ മ്ലാത്തിച്ചെടുത്തി പുള്ളിക്കാരി ഉണ്ടായിരുന്നോ? മാം ആക്ച്വലി മാം എന്ന് വിളിക്കാൻ ടീച്ചറാണ് ആക്ച്വലി. ഒരു പ്രൊഫഷണൽ ഒരു ആക്ടറെ അല്ല ആക്ച്വലി. അപ്പൊ എങ്ങനെ കണ്ടെത്തി? ഇതേപോലെ തന്നെ നമുക്ക് ഈ ആർട്ടിസ്റ്റിന്റെ ഇമ്പോർട്ടൻസും അത് പെട്ടെന്ന് കിട്ടണം എന്നുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഒരു സമയത്താണ് നമ്മുടെ എൻ്റെ പ്രൊഡ്യൂസർ ജയറാം എന്ന് പറഞ്ഞാൽ, ജയറാമിൻ്റെ ഫ്രണ്ടാണ് ഈ ഒരു ജിതിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മിലിറ്ററി കേണലാണ്, മൂപ്പര് നാഗാലാൻഡ്. അപ്പം നമുക്ക് ഈ നാഗാലാൻഡ് പരിസരങ്ങളും അല്ലെ മണിപ്പൂർ ഇവിടെയുള്ള ആളത്തിനെ എടുക്കാന്നുള്ള ഒരു പ്ലാൻ. അത് മലേഷ്യനാണ്. അത് മലേഷ്യ. ഞാൻ ചോദിക്കാൻ വിട്ട ഒരു കാര്യമാണ്, ആ മലേഷ്യൻ ലൊക്കേഷൻ ശരിക്കും ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്? അത് ഇപ്പൊ ഞങ്ങൾ പറയുന്നില്ല. അല്ല അങ്ങനെയല്ല, അങ്ങനെ വലിയ സംഭവം ഒന്നുമില്ല. പക്ഷെ നമ്മളത് അതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പം തന്നെ പല ആൾക്കാർ സെക്കൻഡ് ബാച്ച് തേർഡ് ബാച്ച് എന്നെല്ലാം പറഞ്ഞു പിന്നെയും അത് ഡീകോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി അത് കുറെ കാലം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയാം. ഫ്രണ്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച സ്ത്രീയാണ് ഇത്. പക്ഷേ അവർ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ല, ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ്. ആ ഷോർട്ട് ഫിലിം ആണെങ്കിൽ അത്
ഔട്ട് വന്നിട്ടുമില്ല. അതിൻ്റെ ഒന്നും നമുക്കൊന്നും കാണാനും പറ്റിയില്ല. അപ്പോൾ ഓക്കെ അതിൻ്റെ ഓൺലി ഒരു ഫോട്ടോ മാത്രം, ആ ക്യാരക്ടറിൻ്റെ ഔട്ട്ലുക്കിലെ ഒരു ഫോട്ടോ മാത്രം ഡ്രസ്സിലിട്ടില്ല. അതിൽ കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതാണ് നമ്മൾ ക്യാരക്ടർ എന്നുള്ളത് ക്യാരക്ടർ. പക്ഷേ എന്താ സംഭവം എന്ന് നമുക്ക് ഈ അവരുടെ പെർഫോമൻസ് കാണാത്തതുകൊണ്ടുള്ള ഒരു കൺസേൺ കൊണ്ട് നമ്മൾ ഓഡിഷനായിട്ട് അവിടെ ചെന്നു. ഓഡിഷൻ പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ കുറച്ചും കൂടിയും പേരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇങ്ങനെ ജിതിൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കേണൽ, അപ്പോൾ മൂപ്പരെ ഈ ആർമി ക്യാമ്പിൽ ഒരു ഓഡിഷൻ വെച്ചു. അത് നല്ലൊരു യാത്രയായിരുന്നു. നമ്മൾ ഓക്കെ മണിപ്പൂർ, നാഗാലാൻഡ്, മേഘാലയ ഇങ്ങനെ പോയിട്ട് അവിടെ നിന്നുള്ള കുറേ ആൾക്കാർ. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജസ് ആണ്. ലാംഗ്വേജ് ഇപ്പോൾ നാഗാലാൻഡിൽ ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജാണ്. ബാക്കിയുള്ള എല്ലാ ഇടത്തെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക ട്രൈബൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ അവർക്ക് വേറെ ഒന്നും അറിയില്ല, ഹിന്ദിയും അറിയില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഒരു മകനെല്ലാം കൊണ്ടുവന്നിട്ടാണ് അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ്. ബിയാന മൂവിയുടെ അവസ്ഥ എന്തായിരുന്നു? ലബിയാന മോമി ആക്ച്വലി വളരെ നല്ല എഡ്യൂക്കേറ്റഡ് ലേഡിയാണ്. അവർ സ്കൂളുണ്ട്, ഒരു ടീച്ചറാണ്. അപ്പോൾ അവർക്ക് ഈസി ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആയിരുന്നു ബിയാന മോമിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സിംസിന്റെ അവസ്ഥ എന്തായിരുന്നു? അവർ ആക്ച്വലി ഇതേപോലെ തന്നെ പ്രൊഡ്യൂസറുടെ ഫ്രണ്ട് മലേഷ്യയിൽ നല്ല കണക്ഷൻ ഉണ്ട് പ്രൊഡ്യൂസറിന്, ജയറാമിന്. അപ്പോൾ ജയറാം അവിടെ നിന്നുള്ള കുറേ മോഡൽസിൻ്റെയും ആക്ടേഴ്സിൻ്റെയും പ്രൊഫൈൽസ് ഇങ്ങനെ സെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സെൻഡ് ചെയ്തിട്ടൊന്നും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരാൾ കിട്ടില്ല. അപ്പോൾ ബിയാന മോമിനെ സെലക്ട് ചെയ്യുന്ന ശേഷമാണ് നമ്മൾ ഇവരെ സെലക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ലുക്ക് ലൈക്ക് ആരെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു സ്മൈലെങ്കിലും വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഒരാൾ സെറ്റാവുന്നില്ല. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും സെറ്റാവാതെ കുറേ കഷ്ടപ്പെട്ടു. ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഈ ഫോട്ടോ കിട്ടുന്നത്. ഈ ഫോട്ടോ കിട്ടിയൊരു ഇവരാരും ആർട്ടിസ്റ്റ് അല്ല. ഇവരപ്പോൾ ലാസ്റ്റാണ് ഈ പടത്തിൻ്റെ എനിക്കൊന്ന് ഷൂട്ടിൻ്റെ അടുത്താണ് നമുക്ക് ഈ ZEE5 കിട്ടുന്നത്. കിട്ടുമ്പം നമ്മളുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ പെർഫോമൻസ് ഇതുവരെ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു എന്താ പറയുക ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും കാണണ്ടേ, അതൊന്നും കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ആ ഒരു റിസ്ക് എടുത്തുന്നില്ലേ. ഓക്കെ നിങ്ങൾ പോയി, ഞാൻ പ്രൊഡ്യൂസറിന് ജയറാമിനോട് ഒന്നും അലക്കണ്ട, കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ശരിക്കുള്ള അതിൻ്റെ റിസ്ക് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ അത് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പോകാലിപ്റ്റോ മൂവി എടുക്കുകയാണെങ്കിൽ അതിൽ ലാംഗ്വേജ് മായ എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ടാക്കി ഷൂട്ട് ചെയ്തു. അവർ എല്ലാ ക്യാരക്ടേഴ്സും ആ ലാംഗ്വേജ് പഠിച്ചിട്ടാണ് പെർഫോം ചെയ്തതെന്ന് കേട്ടു. അതേപോലത്തെ ഒരു വണ്ടറാണ് എനിക്ക് ഇവിടെ ഉണ്ടായത്. എങ്ങനെ കുടി ഹാൻഡിൽ എന്നുള്ള രീതിയിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് ആലോചിക്കാൻ എങ്ങനെ പറ്റി. പട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ നമുക്ക് ഒരാവശ്യമായിരുന്നു ഇങ്ങനത്തെ ഒരു ബ്രീഡ് വേണം. നമ്മൾ ബ്രീഡിന്റെ ബ്രീഡിന്റെ ആക്ച്വലി അവിടെ ഒരു പർട്ടിക്കുലർ ബ്രീഡ് ഉണ്ട്. പക്ഷെ നമ്മൾ ബ്രീഡിന്റെ പേര് പറയുന്നില്ല. ഓക്കെ, ആ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് അങ്ങനെ തന്നെ കിട്ടണമെന്നില്ലല്ലോ. നമ്മൾ അതുകൊണ്ട് നമ്മൾ ഓക്കെ നിങ്ങൾക്കിപ്പം കാണിച്ചിരുന്ന ഇത് ഒരു ബ്രീഡാണ്. ഇത് ബ്രീഡാകുമ്പോൾ അതിനൊരു കളർ കോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ കളർ ഒരു കാണുമ്പോൾ തന്നെ ഓക്കെ. നമുക്കിപ്പോൾ ഒരു അൽസേഷൻ എന്ന് പറഞ്ഞാൽ അൽസേഷനെ കാണുമ്പോൾ ഉണ്ടാകുന്ന അത് കളറിന്റെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുന്നു. അപ്പോൾ ഈ ബ്രീഡ് നമ്മൾ ബ്രീഡ് ആദ്യം തന്നെ ബ്രീഡിന്റെ അല്ല, നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉള്ള ഒരു നായ്ക്കൾ വേണമെന്നുള്ള ഒരു പട്ടികൾ വേണമെന്നുള്ള ഒരു കോമൺ ഒരു ഇതുണ്ടായി. ഓക്കെ, ട്രെയിനറിനെ സംസാരിച്ചപ്പോൾ ട്രെയിനർ പറഞ്ഞ് നമുക്ക് ഞാൻ അന്വേഷിച്ച് പറയാമെന്നല്ല, നമുക്കൊരു കളർ വേണം. ഒരു ചില പാറ്റേൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരേ ഒരു കളറായിരിക്കാം. അങ്ങനെയുള്ള ഒരു ചർച്ച വന്നു. അപ്പം ജിജേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാലാട്ടിയിലുള്ള ട്രെയിനർ 2 ദിവസത്തിൽ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ബ്രീഡ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അതിനെ ചൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ എത്രത്തോളം ഉണ്ടെന്നറിയില്ല, നമ്മൾ കനലിലും പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, നമ്മൾ സെർച്ചിങ് പ്രോസസ്സ്. എന്താണ് ഇതിന് നമുക്ക് കുറച്ച് അധികമാണ്. എത്ര പേരുണ്ടായിരുന്നു ശരിക്കും സെറ്റിൽ? നമ്മൾ ആക്ച്വലി ഇതിന് ഒരു 40 എണ്ണത്തിന് ചൂസ് ചെയ്തു. അല്ലല്ല, പക്ഷെ 40 എണ്ണം എടുത്തിട്ടില്ല. 40 എണ്ണത്തിന് ചൂസ് ചെയ്തിട്ട് എന്താ പറയുക, ഇത് ട്രെയിനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഡോഗ്സിന് അത് ഈ ഡോഗിന് പെട്ടെന്ന് ട്രെയിൻ ആവില്ല. അതും ഒരു ടൈം അഡൽട്ട് ആയി കഴിഞ്ഞാൽ നാടൻ നായ്ക്കൾ പെട്ടെന്ന് ട്രെയിൻ ആവില്ല. അതും അഡൽട്ട് ആയിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര വിഷമം. അപ്പോൾ നമുക്ക് വേണ്ട സമയമില്ല, ഭയങ്കര ക്രഞ്ചായിരുന്നു. അപ്പോൾ 1.5 വയസ്സിന്റെ ഉള്ളിലുള്ള നായ്ക്കൾ വേണം. അത് 1.5 വയസ്സിന്റെ ഉള്ളിൽ നല്ല വലുപ്പവും തോന്നണം, കളറും കിട്ടണം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു AD-നെ ആ സ്ഥലത്തേക്ക് അയച്ചിട്ട് ഇങ്ങനെ കുറച്ച് സെർച്ച് ചെയ്തിട്ട്, അപ്പം തന്നെ ഇവർ സെർച്ച് ചെയ്താലും ഡയറക്റ്റായിട്ട് അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല പൈസ പറഞ്ഞു, 40,000 ഒരു നായ്ക്കുണ്ട്. അപ്പോൾ 35,000 to 40,000 ഓരോ സ്ഥലത്ത് ഓരോ പ്രൈസാണ്. പക്ഷെ അപ്പം തന്നെ മനസ്സിലാവും ഓക്കെ പടത്തിന്റെ ആയതുകൊണ്ട്. കേരളത്തിൽ ഉണ്ടായിരുന്ന പുറത്തുനിന്ന്
അതൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഓക്കെ ശരി. അപ്പൊ അങ്ങനെ സംഭവമൊന്നുമില്ല. അതെന്തായാലും അല്ലെങ്കിൽ മനസ്സിലായി പടത്തിന്റെ പറഞ്ഞിട്ട് അതിന്റെ ഒരു കാണുന്നവരൊക്കെ. അപ്പൊ ഞാൻ ഈ എഡിനെ അയച്ച അവിടത്തെ അന്വേഷിച്ചപ്പോ അവിടെ ചുമ്മാ പോയിട്ട് ചോദിക്കുമ്പോൾ ചെറിയ പൈസയുള്ളൂ. പുറത്തുനിന്ന് ഒരാള് സിനിമയ്ക്കാണെന്ന് പറയാൻ നമ്മൾ സാധാരണ ഷോർട്ട് ഫിലിം എടുക്കാൻ പോയാലും ഒരു സ്ഥലത്ത് ചോദിക്കാൻ ഷോർട്ട് ഫിലിം ആണെങ്കിൽ 20 രൂപ തന്നാൽ മതി, സിനിമയ്ക്കാണെങ്കിൽ 1000 രൂപ 5000 ഉറുപ്പിക്ക് ഒരു നായ എന്നുള്ള രീതി. അങ്ങനെ ഞങ്ങള് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഓരോ ചാനലിൽ നിന്ന് ഇത്ര നായ്ക്കളെ വെച്ചിട്ട് ഒരു 40ഓളം നായ്ക്കള്, എന്നിട്ട് നമ്മൾ ജിജേഷിനെ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തു. ആ സ്ഥലത്ത് സെൻഡ് ചെയ്തിട്ട് ജിജേഷ് പ്രോപ്പർലി ഏതിനെയൊക്കെ നല്ല ട്രെയിൻ ചെയ്യാൻ പറ്റും, ആ ഏജ് കാറ്റഗറിയിൽ ഏതിനൊക്കെ ട്രെയിൻ ചെയ്യാം അതിനെ സെലക്ട് ചെയ്തു. അതിനെ എന്നിട്ട് നമ്മൾ വാങ്ങിച്ചു. വാങ്ങിക്കുകയാണ് ചെയ്തത്. അല്ല, കുറച്ചെണ്ണത്തിന് വാങ്ങിച്ചു. കുറച്ചെണ്ണത്തിന് അവരെ നായ്ക്കള് അവര് ഒരു 1 മന്തിന് ഇത്ര റേറ്റ് എന്നുള്ള രീതിയിൽ റെന്റ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് എടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു 1 മന്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ടിന്റെ സമയത്ത് അവര് നമ്മളെ പ്ലേസ് ലൊക്കേഷനിൽ എത്തിച്ചു. ലൊക്കേഷനിൽ എത്തിക്കുന്ന പറഞ്ഞാൽ അവർക്ക് അവിടെ വീടുണ്ടായിരുന്നു, അവിടെ തന്നെ പ്രോപ്പർ സെറ്റപ്പ്. സാധാരണ അറിയാം 2 നായ്ക്കൾ ഒരുമിച്ച് കണ്ടാ തന്നെ അതുകൊണ്ട് ഈ നായ്ക്കൾക്ക് ഭയങ്കര ഗ്രൂപ്പിസം ഉണ്ട്. ലൈക്ക് ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ്, അതിലൊരു പെണ്ണുണ്ടാവും, കുറച്ച് പേരുണ്ടാവും. അപ്പൊ ഇപ്പുറത്തെ ഒരു പെണ്ണ്. അപ്പൊ ഇത് ഭയങ്കര പ്രശ്നമാണ്. അതാണ് പെട്ടെന്ന് ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മളെ ചിലതിൽ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിട്ട് തന്നെ ഒരു 6-8 എണ്ണം ഒപ്പം ഉണ്ടാവും. ഈ 6-8 എണ്ണം പ്രശ്നമാണ്, ഭയങ്കര അടിയാണ്. ക്രൂവിന് ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കാനും പെഡിഗ്രിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണ്ടല്ലേ. അത് ശരിക്കും സെപ്പറേറ്റ് പ്രൊഡക്ഷൻ ടീം ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയില്ല. ഇവർ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അവർക്ക് ജിജേഷ് എന്ന് പറഞ്ഞാൽ പക്ക അവർക്കൊരു ടീം ഉണ്ടായിരുന്നു. അവർക്ക് എനിക്കൊന്ന് പറയാം 4-5 പേര് ഒപ്പം നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ തന്നെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവർക്ക് പിന്നെ ഓരോ ടെക്നിക്സ് ആണ് ഇതിന് എങ്ങനെ ഇത് കുറയ്ക്കണം എന്നുള്ള. ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറയ്ക്കുന്നത് ആക്ച്വലി അത് പഠിപ്പിച്ചതാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, കുറെ ടെക്നിക്സ്. സംവിധായകൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിട്ട് പോലും ടെക്നീഷ്യൻസ് കോംപ്രമൈസ് ചെയ്യാൻ റെഡി അല്ല. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഫ്രീക്വൻസി വേരിയേഷൻസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോ വിഷ്ണു അത്രത്തോളം അതില് ഇല്ല, അതല്ല അതിങ്ങനെയാണ്, അതിന്റെ ചെറിയ വ്യത്യാസങ്ങൾ പെർഫെക്റ്റ് ആവുള്ളൂ എന്നല്ല. അപ്പൊ അവരെടുക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതിന് ആ പ്രോഡക്റ്റിനോടുള്ള ഇഷ്ടം, അതാണ് ഈ ടോട്ടൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഡെഡിക്കേഷൻ അവർ കാണിച്ച എഫർട്ടിന്റെ ആഫ്റ്റർ എഫക്ട് തന്നെയാണ് ഇന്ന് ഓരോ മലയാളിയും എക്കോ കാണുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് സിനിമയിലേക്ക് ശരിക്കും എത്തിപ്പെടുന്നത്? ഞാൻ ആക്ച്വലി ആനിമേഷൻ, ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചതാണ്, ചെന്നൈ ഫൈൻ ആർട്സ് കോളേജ്. അവിടെ നിന്ന് നേരെ ആനിമേഷൻ ഫീൽഡിൽ കയറി. VFX അല്ല, കുറച്ച് ആനിമേഷൻ എനിക്കൊന്ന് ഞാൻ ഒരു 9 ഇയേഴ്സോളം ആനിമേഷൻ ഫീൽഡായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമ ഭ്രാന്ത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ എറണാകുളത്ത് വരുന്നു. എറണാകുളത്ത് നിന്നാണ് ഞാൻ VFXൽ ഒരു കമ്പനി ചേർന്നു. അതുകൊണ്ട് എറണാകുളത്ത് വന്നത് മെയിനായിട്ട് പടത്തിൽ എത്തിപ്പെടാന്നുള്ള രീതിയിൽ എറണാകുളം. ഓക്കെ, അങ്ങനെ വന്നു. കോണ്ടാക്ട്സ് ഡെവലപ്പ് ചെയ്യാം, സ്ക്രിപ്റ്റ് എഴുതാം, ഇങ്ങനെയുള്ള പ്ലാനിലായിരുന്നു. അവിടെ നിന്നാണ് ഒരു കമ്പനിയിൽ ജസ്റ്റ് ഒരു ഇൻകം വേണമല്ലോ എന്തായാലും ആ സമയങ്ങളിൽ. അങ്ങനെ ഞാൻ കയറിയതാണ് ഒരു കമ്പനിയിൽ. ആ കമ്പനിയിൽ നിന്ന് ഞാൻ VFX സൂപ്പർവൈസറായി. അപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ VFX സൂപ്പർവൈസർ ഫസ്റ്റ് ഇവിടെ മങ്കിപ്പനായിരുന്നു. മങ്കിപ്പൻ, ആക്ഷൻ ഹീറോ വിജു, 1983 ആക്ഷൻ ഹീറോ വിജു, ഡബിൾ ബാരൽ. ഒരു VFX സൂപ്പർവൈസറിൽ നിന്ന് സംവിധാനത്തിലേക്കുള്ള ഷിഫ്റ്റ് അത് എങ്ങനെയാ നോക്കി കാണുന്നത് ശരിക്കും? അത് ഈസി ആയിരുന്നോ? അല്ല, ഞാൻ മെയിനായിട്ട് VFXന്റെ കാര്യമില്ല, ഞാൻ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ലൈക്ക് ഫിലിം മേക്കിംഗ്. മീൻസ് നമ്മള് എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ ക്യാമറ ആയാലും ഷോട്ട് ആയാലും അതിൽ ആക്ടർ ആയാലും എല്ലാം ഒരാളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ രീതിയിലുള്ള ട്രെയിനിങ് ആണല്ലോ ആനിമേഷൻ ഫീൽഡിൽ കിട്ടുന്നത്. ലൈവ് ആക്ഷൻ ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടലി പുറത്തുള്ള ഔട്ട്ഡോർ അത്രയും ക്രൂ വെച്ചിട്ട് ഇങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ തന്നെ നമ്മൾ കുറേ ഓരോരാൾക്ക് ഓരോ കമ്പ്യൂട്ടർ അവർ തന്നെ എല്ലാം ആണ് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഷോർട്ട് ഡിവിഷനിൽ ഭയങ്കര കുറേയൊക്കെ ഈസിയാണ്. അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അതെല്ലാം ഓൾറെഡി ഒരു വിഷൻ ഉണ്ടല്ലോ ആനിമേഷൻ ചെയ്യുമ്പോൾ തന്നെ. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ പല ഗെയിംസ് ഒക്കെ കളിക്കാൻ നമുക്ക് തോന്നുന്നു ഇതിന്റെ ആനിമേഷൻ എന്നൊരു നമുക്ക് യഥാർത്ഥത്തിൽ മൂവിയിൽ കിട്ടിയിരുന്നെങ്കിൽ എത്രത്തോളം ഭംഗിയായിരുന്നേ എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ VFX പരിപാടിയൊക്കെ നിർത്തുകയാണ്, ഇനി എന്റെ ജീവിതം ഡിറക്ഷൻ മേഖലയാണെന്ന് തിരഞ്ഞെടുത്തതിന് ശേഷമാണോ അതോ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണോ? ഞാൻ നിർത്തിയതാണ്. മീൻസ് ആനിമേഷൻ ഫീൽഡിൽ ഞാൻ പുറത്തിറങ്ങുന്നത് 2010-ലാണ് പൂനെന്ന്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ആക്ച്വലി നിർത്തിയതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പൈസ വേണ്ടേ. അപ്പോൾ നമ്മള്
ചെന്നൈയിൽ ആ സമയത്ത് തന്നെ നല്ല ഒരു ഫ്ലാറ്റിലെടുത്തിട്ട് പ്രാരാബ്ദം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ പോയായിരുന്നല്ലേ ഷാനേഷ്? അതെ. അപ്പോൾ ഈ 2019 കക്ഷി അമണിപ്പിള്ള ഇറങ്ങി. അതിനുശേഷം 2024 കിഷ്കിന്ദ കണ്ടം വരുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ജോണർ. അതായത് ഒരു ഫീൽ ഗുഡ് മൂവിയിൽ നിന്ന് ശരിക്കും ഒരു മിസ്റ്ററി ത്രില്ലർ ആയ കിഷ്കിന്ദ കണ്ടത്തിൽ അതെങ്ങനെയാണ് ശരി ഞാൻ എനിക്ക് ഓക്കെ ഫീൽ ഗുഡ് മതിയാക്കാം ഇനി ഒരു മിസ്റ്ററിയിലോട്ട് കയറാം അങ്ങനെ? എനിക്ക് ഭയങ്കര ഞാൻ എല്ലാ തരം പടം കാണുന്നയാളാണ്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലിമെന്റ്സ് ഉള്ള പടങ്ങൾ എന്നെ ഭയങ്കര ഹൂക്ക് ചെയ്യും, ഭയങ്കര ഹോട്ട് ചെയ്യും. അതിങ്ങനെ ഞാൻ അത് മനസ്സിൽ തന്നെ വെക്കും. അങ്ങനെ കൂടുതൽ കണ്ട എനിക്കൊന്നും ത്രില്ലർ മൂവീസ് ആയിരിക്കാം. അങ്ങനെയാണ്. അല്ലാതെ ഞാൻ പർട്ടിക്കുലർ ഈ ജോണറിലാണ് ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള ഒരിക്കലും ഇല്ല. എനിക്ക് ഇപ്പോഴും സത്യം ഞാൻ പലപ്പോഴും ആയിരിക്കും ഇപ്പൊ ചെയ്ത പടങ്ങളിൽ ഇപ്പോൾ കിഷ്കിന്ദ കാണാനും ഇപ്പോൾ ഉള്ള പടങ്ങളിലും കുറച്ചൊന്നും നമ്മൾ സീരിയസ് പടുമ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആയിപ്പോ. സെറ്റിലും അങ്ങനെയാണോ നിങ്ങൾ സീരിയസ് ആയിട്ടാണോ നിൽക്കാറ്? ഭയങ്കര സൈലന്റ് ആണ് നമ്മൾ അങ്ങനെ ഭയങ്കര ഒരു ലിമിറ്റഡ് ക്രൂ ആയിരുന്നു. ടീം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ വലിയ ടെൻഷൻ ഇല്ലായിരുന്നു അങ്ങനെ. പക്ഷെ ഭയങ്കര ഫാസ്റ്റ് എന്താ ഈ മഴേന്റെ കാരണം കൊണ്ട് കാറ്റും മഴയെല്ലാം കാരണം കൊണ്ട് നമ്മൾ വിചാരിച്ച രീതിയിലല്ല ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പാറ്റേൺ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആയിരുന്നു. ലൈക്ക് ഒരു 3 മണിയാകുമ്പോൾ മഴ തുടങ്ങും. ഈ 3 മണിക്ക് ശേഷം പിന്നെ ഷൂട്ട് പ്രോപ്പറായിട്ട് നടക്കില്ല. പക്ഷെ 3 മണി വരെ നമുക്ക് കുറച്ചൊരു ടൈം കിട്ടും ഈ രാവിലെ മുതൽ. അതുകൊണ്ട് ഏർലി മോർണിംഗ് ഷൂട്ട് മാക്സിമം. മലപ്രദേശം വെയിൽ വരുന്നതിനനുസരിച്ച് നമുക്ക് വേരിയേഷൻസ് സ്റ്റിമ്മർ വെച്ചൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കാറ്റ് കൂടെ ഉണ്ടെങ്കിൽ വേരിയേഷൻസ് ആയിരുന്നു, ഭയങ്കര വേരിയേഷൻസ് ആയിരുന്നു. പക്ഷെ കുറെയൊക്കെ നമ്മൾ അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഓക്കെ വന്നെടുത്ത് വെച്ച് കാണാന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പലതും ഭയങ്കര ഫാസ്റ്റ് ക്യാമറമാൻ പെട്ടെന്ന് കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതെല്ലാം പിന്നെ ക്രൂവിൻ്റെ ഒരു സ്ട്രോങ് ഭയങ്കര ക്ലാരിറ്റിയുള്ള ഒരു ടീമിനെ എനിക്ക് കിട്ടിയത് നല്ല രീതിയിൽ. അതിൽ ജോബിൻ എന്നെല്ലാം പറഞ്ഞിട്ട് ജോബിൻ, അഭിജിത്ത്, നമ്മുടെ സാഗരട്ടൻ എന്ന ചീഫ് അസോസിയേറ്റ്, ഇങ്ങനെയുള്ള ടീമെല്ലാം. പിന്നെ അതിൽ ദ്വാരക, ആദി എന്നെല്ലാം പറഞ്ഞിട്ട് അഫ്നാസ് എന്ന് പറഞ്ഞിട്ടൊരു ഇവരെല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കാന്ന് പറയില്ലേ, ഒരു ക്രൂ ആണ് കൂടെ ഉണ്ടായിരുന്നത്. പാട്ടുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ എക്കോയിൽ എത്തി നിൽക്കുമ്പോൾ പാട്ടുകൾ അത് എനിക്കും തോന്നിയില്ല. ബാഹുല് എന്താ പറഞ്ഞാൽ അത് എനിക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പടത്തിൽ പാട്ട് വന്നിട്ട് അതിന്റെ ഒരു സീരിയസ്നെസ് പോയി. നമ്മള് ഹോളിവുഡ് പടങ്ങൾ കാണാൻ പാട്ടുണ്ടോ ഇല്ല. ഇപ്പൊ ഈ പടത്തോടുകൂടി എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഒരു സിറ്റുവേഷനകത്ത് ലിറിക്സ് ആയിട്ട് പോകുന്ന ചില പാട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം സോങ്ങിന് വേണ്ടി സെപ്പറേറ്റ് പോർഷൻ, ശരി നായകൻ വരട്ടെ, ഡാൻസ് കളിക്കാൻ പറ്റേ, ആ ഒരു ട്രെൻഡ് മാറിക്കഴിഞ്ഞു. അതാണ് ഇങ്ങനെയും കാണാം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തിയേറ്റേഴ്സിലെല്ലാം പോകുമ്പോൾ എന്തോരം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പടം കാണാൻ വന്നിരിക്കുന്നത്, ഫാമിലി. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതുപോലെ പണ്ടെല്ലാം എന്നോട് കഴിഞ്ഞ പ്രവേശനം ചോദിച്ചിട്ടുണ്ട്, ഒരു പാട്ടില്ലാത്ത എങ്ങനെയാ ഒരു പടം ചെയ്യുന്നത്, ഒരു പാട്ടെങ്കിലും വേണ്ടേ. അതിന്റെ പേരിൽ ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? പടം എടുത്ത് വെച്ചേക്കുന്നു പാട്ടില്ലാത്ത പടം? ഒരു പടത്തിൽ എന്തായാലും പാട്ട് വേണം, പാട്ടില്ലാതെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനത്തെ ഒരു സീരിയസ് പടത്തിലെല്ലാം ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ടോട്ടൽ മൂഡിന് അത് എഫക്റ്റീവ് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാനും ഭാവനും. അപ്പൊ നമുക്ക് അങ്ങനെ ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ തോന്നണ്ടേ ഓക്കെ ഒരു പാട്ട് വേണം അവിടെ, അങ്ങനെ എനിക്കും തോന്നിയിട്ടില്ല, ഒരാൾക്ക് നമ്മുടെ ക്രൂവിന് ആർക്കും തോന്നിയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ ഒരു മിസ്സിങ് ആ പടം കണ്ടപ്പോൾ ഞാൻ ഒരു പ്രേക്ഷകൻ നിലയ്ക്ക് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കംപ്ലീറ്റ്ലി ആ മൂവി എനിക്ക് കിട്ടി. അടുത്തത് നമുക്ക് സന്ദീപിനെ പറ്റി ചോദിക്കാം. എങ്ങനെയാണ് സന്ദീപിലേക്ക് എത്തിയത് ക്യാരക്ടർ? അല്ല, സന്ദീപ് ഇതേപോലെ തന്നെ നമ്മൾ കിഷ്കിന്ദാണ്ടത്തിൻ്റെ ഒരു 1 year ബാക്കാണ് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിലും തുടങ്ങി. എനിക്ക് വായിക്കാൻ തന്നതും ഞാൻ വായിച്ചു, ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ നമുക്ക് എന്തായാലും ആ സമയത്ത് നമുക്ക് പേരും ഒന്നുമില്ലല്ലോ, ലൈക്ക് ഇതിൻ്റെ ഒരു അതും 5 വർഷമായി കഴിഞ്ഞിരിക്കുന്നു നമുക്ക്. അപ്പം ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ ഏതെങ്കിലും ഒരു കുറച്ചെങ്കിലും വാല്യൂ ഉള്ള എന്താ പറയുക പ്രൊഡക്ഷന് നമ്മൾ സംസാരിക്കുമ്പോൾ കിഷ്കിന്ദ കാണാൻ കഴിഞ്ഞിട്ടില്ല. കിഷ്കിന്ദന് മുന്നേ ഷൂട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ഈ എക്കോയുടെ സ്റ്റോറി കിഷ്കിന്ദ കാണാൻ നടക്കുന്ന ടൈമില് ആക്റ്റീവ് ആണ്. അതെ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് എക്കോ കിഷ്കിന്ദ കാണാൻ കഴിഞ്ഞിട്ട് മതി എക്കോ എന്നുള്ള? കിഷ്കിന്ദ സംസാരിച്ച് ആസി ഓക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഓക്കെ ഷൂട്ട് തുടങ്ങിയെന്നില്ല എന്ന് മാത്രം. അപ്പോൾ ആ സമയത്ത് കുറച്ച് ടൈം ഉണ്ടാവുമല്ലോ, നമ്മൾ ഷൂട്ടിൻ്റെ മുന്നോടിയായിട്ട് പ്രീ പ്രൊഡക്ഷന് മുന്നേ ആയിട്ട് കുറച്ച് സമയം ഉണ്ടാവും. ഇത് ചെറിയ ഡിലേസും കാര്യങ്ങളും.
ആ സമയത്താണ് ബാഹുലി ഇത് എനിക്ക് ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ തരുന്നത്. വായിക്കുമ്പോൾ അപ്പം തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ സന്ദീപ് ഫാലിമി ഫാലിമിയെല്ലാം ചെയ്തിട്ടിരിക്കുന്ന സമയം സന്ദീപിന്റെ വേറെ പടങ്ങളൊന്നും വന്നില്ല. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് സന്ദീപിനെ ഞങ്ങൾ ചിന്തിച്ചില്ല. ആ സമയത്ത് വേറെ ആരെങ്കിലും വെച്ചിട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അത് എന്താ പറയുക നമുക്ക് പ്രൊഡക്ഷൻ കിട്ടില്ല. നമുക്കറിയാം കുറച്ചും കൂടി ഒരു വാല്യൂ ഉള്ള ആൾക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കിഷ്കിന്താട ഹിറ്റായ ശേഷമാണ് നമുക്ക് നമ്മൾ പറയാൻ പറ്റും എനിക്കൊരു ക്രൂ ഉണ്ട്, ഞാൻ തരുന്ന പ്രോഡക്റ്റ് അത്രയും സ്ട്രോങ് ആയിരിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരു വോയിസ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ സന്ദീപ് എന്താ പറയുക ഇങ്ങനെ ബാഹുല് മറ്റേ അന്താക്ഷരിന്റെ കാര്യങ്ങൾ പറയുന്നതും സന്ദീപ് കാര്യം. കാരണം കഥാപരമായിട്ട് നമുക്ക് ഈ കുറച്ച് 25 ഏജിലുള്ള ഒരു പയ്യനെയാണ് വേണ്ടത്. മനസ്സിലായി 25 ടു ആ റേഞ്ചിലുള്ള പയ്യന്മാരെയാണ് വേണ്ടത്. അപ്പം നമ്മൾ ആകെയുള്ള നമ്മുടെ മലയാള ഇൻഡസ്ട്രി ഇപ്പോൾ ഉള്ള ഇതിൽ നിന്ന് കുറച്ച് പേര് പക്ഷേ അപ്പം നമ്മൾ ഒരുവിധം നമുക്ക് നെസ്ലിൻ ഇപ്പം ഭയങ്കര ബിസി ആയി തുടങ്ങി. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് നടക്കണം. അപ്പോൾ ക്യാരക്ടറും കുറച്ച് ഈസി അല്ല. അപ്പോൾ കുറച്ചും കൂടി ഫിസിക്കൽ ഒരു ക്യാരക്ടർ വേണമെന്നുള്ള മെയിനായിട്ട് എന്താ പറയുക ഇതിലുള്ള ആ രീതിയിലുള്ള ഒരാളാണ് ക്യാരക്ടറിസ്റ്റിക് എല്ലാം ആ രീതിയിലാണ്. അപ്പോൾ നോക്കുമ്പോൾ എനിക്കും ഫാലിമി ഞാൻ കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇവന് സന്ദീപിനെ നോട്ടീസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആണ്, വെർസറ്റൈലാണ്. ആ രീതിയിൽ അവൻ വേരിയേഷൻസ് കൊണ്ടുവരാൻ പുള്ളിക്കാരൻ ഈസി ആയിട്ട് പറ്റുന്നുള്ളതാണ്. പിന്നെയാണ് നമ്മളെ ഈ ഫാലിമി ഇത് ജിംഖാനിയും ഇത് നടക്കുന്നത്. അതോടുകൂടി പടക്കളത്തിൽ നമ്മൾ അത്രയും നാൾ കണ്ടൊരു സന്ദീപിനല്ല പിന്നെ കണ്ടത്. ഒരു ന്യൂട്രലായിട്ട് പോകുന്ന ക്യാരക്ടർ പെട്ടെന്നൊരു സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രീതി അതേ തന്നെ നമുക്ക് ധൈര്യമായിരുന്നു. ഒരു ഒരു പടത്തിന് പുള്ളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ മുന്നേ ധൈര്യം ഉണ്ടായിരുന്നു ഫാലിമിൻ്റെയിലും. പക്ഷെ ഈ പടവും കൂടി കഴിഞ്ഞപ്പോൾ ടോട്ടലി കോൺഫിഡന്റ് ആയി. പ്രൊഡ്യൂസർ ആണെങ്കിലും ഒരു ഹാപ്പി. പ്രൊഡ്യൂസർ എന്റെ ഫ്രണ്ട് തന്നെയാണ് പ്രൊഡ്യൂസർ ജയറാം. അപ്പോൾ മൂട്ടാണെങ്കിൽ എല്ലാ രീതിയിലും ഇതിന് സപ്പോർട്ടാ. നീ എന്ത് ചെയ്തോ ഞാൻ ഉണ്ട് നിന്റെ കൂടെ എന്നുള്ള രീതിയിലുള്ള ആളാണ്. അപ്പോൾ ടെൻഷനില്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വന്നത്, അതായത് നമ്മുടെ ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ. അത് ഞാൻ ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ അല്ലെങ്കിൽ സിനിമ കണ്ടിറങ്ങിയപ്പോൾ കുര്യച്ചൻ എന്ന ക്യാരക്ടർ എനിക്ക് നമ്മുടെ ടി.ഡി. രാമകൃഷ്ണൻ എഴുതിയ എട്ടിക്കോര എന്ന് പറഞ്ഞ ക്യാരക്ടർ, എട്ടിക്കോര എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇട്ടിക്കോരയിലും കാണാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ടോ? ഇല്ല, ടോട്ടലി റെഫറൻസ് ഇല്ല. ബാഹുലിന്റെ അതാണ് ബാഹുലിന്റെ പാറ്റേൺ ഓഫ് റൈറ്റിംഗ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതാണ്. മീൻസ് അവൻ ഏതെങ്കിലും ഒരു സെൻറ്റൻസിലായിരിക്കും ചില ദിവസം അവനെ ഹൂക്ക് ചെയ്യുന്നത്. അപ്പം ഇതിലും നമ്മുടെ പടത്തിലൊരു സെൻറ്റൻസ് ഉണ്ടായിരുന്നല്ലേ, ആ ഒരു പ്രൊട്ടക്ഷൻ റെസ്ട്രിക്ഷൻ എന്നുള്ള ആ ഒരു സെൻറ്റൻസാണ് ഹൂക്ക് ചെയ്തിരിക്കുന്നത്. ആ ഹൂക്കിലാണ് ആ ഇതിലാണ് ആ ഇതിൽ തന്നെ തുടങ്ങിയതാണ് അവൻ്റെ എഴുത്ത്. മീൻസ് അതിൽ നിന്ന് ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടായി, ആ ക്യാരക്ടേഴ്സിലൂടെ വേറെ ക്യാരക്ടേഴ്സിലേക്ക് പോയി. അങ്ങനെ അവൻ്റെ പാറ്റേണേ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഇതൊന്നുള്ള ഒരു റെഫറൻസ് എടുക്കാൻ വെച്ചിട്ട് പക്ഷെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഞാൻ പറഞ്ഞ ജേണിയാണ് ഒരു ക്യാരക്ടർ ഉണ്ടാക്കി വെക്കുന്ന അല്ലെങ്കിൽ പുള്ളി ചെയ്തു വെച്ച ചില കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്ട്, ഒരു ബട്ടർഫ്ലൈ എഫക്ട് പോലെ വരുന്ന രീതിക്ക്. അപ്പൊ എനിക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കണക്ട് ആയി എവിടേക്കോ അങ്ങനെ ഒരു സാമ്യത എനിക്ക് തോന്നി. അതാണ് ചോദിച്ചാൽ ആ ക്യാരക്ടർ റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തോന്നിയത്. എനിവേ വളരെ സന്തോഷമുണ്ട് സംസാരിക്കാൻ സാധിച്ചതിലും. അപ്പൊ ഇനിയും ഈ ശക്തമായ ഈ കൂട്ടുകെട്ടിൽ മനോഹരമായ സിനിമകൾ മലയാളികൾക്ക് ഇനിയും കാണാൻ സാധിക്കട്ടെ. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത പ്രോജക്റ്റ് വേണ്ടിയിട്ട്. ഇപ്പം ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം അടുത്ത പടം വരട്ടെ നമ്മൾ നടക്കും. അപ്പൊ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. നൈസ് ടു ടോക്കിംഗ് വിത്ത് യു. നമുക്ക് കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. Krishna Leela, Joy Alucas, world's favorite jeweler.